ഹലോ അസ്സാം വലൈക്കും. മുന്നൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? റാഹത്തല്ലേ? അൽഹംദുലില്ലാ, നമുക്കൊരുവിധം സുഖമാണ് കേട്ടോ. രാവിലത്തെ നമ്മൾ തിരുമ്പിക്കുളിയൊക്കെ കഴിഞ്ഞ് ബിരിയാണി ഉണ്ടാക്കാനൊക്കെ പുറപ്പെടുകയാണ്. ബിരിയാണി ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ ഒന്നുമില്ല, അടയും പിടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ കാണിച്ചാലേ. ഇതിപ്പോൾ ചിക്കൻ ബിരിയാണിയാണ്. ഇത് 16 കിലോ ആയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിനുള്ള ചോറൊക്കെ ഉപയോഗിക്കുകയാണ്. വെള്ളം തിളച്ച് ഇങ്ങനെ അരി ഇട്ട് കൊടുത്ത് ഇങ്ങനെ നല്ലോണം ഇളക്കി ഇങ്ങനെ അവിടെ മൂടിയൊക്കെ കേട്ടോ. തീ ഓഫാക്കിക്കാളും. എന്നിട്ട് നല്ലോണം മൂടി വെച്ചിട്ടൊരു കനവും വെച്ചെടുക്കും. പിന്നെ ഒരു 10-25 മിനിറ്റ് നല്ലോണം അടുക്കി അവിടെ മൂടി വെച്ചാൽ പിന്നെ ചോറ് റെഡിയായി. ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ മസാല വെച്ചിരിക്കുന്നു. മസാല ഉണ്ടാക്കി ഇങ്ങനെ ചിക്കൻ പൊരിക്കാൻ കേട്ടോ. മസാല ഉണ്ടാക്കിയ സമയമല്ല അതിനും, പൊരിക്കാനുള്ള സമയം കിട്ടില്ല. എന്നെക്കൊണ്ട് പൊരിക്കാണ്ട് മസാല ഉണ്ടാക്കിയ വെള്ളം പോലെയാണ്. ഇവിടുത്തെ ചിക്കനല്ലേ, നല്ല ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. ചിക്കൻ പൊരിക്കാണ്ട് വെച്ചാൽ പൊരിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ലോണം ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി നല്ലോണം വറ്റി എടുക്കണം. എന്നിട്ടാണ് മസാല ചോറിട്ട് ദം ചെയ്യാൻ. കുറഞ്ഞ തീയിലിട്ട് വറ്റിച്ചെടുത്തില്ലെങ്കിൽ അടി പിടിച്ച് വെക്കുകയും ചെയ്യും. അല്ല, പൊരിച്ച് വെക്കുന്ന ഏറ്റവും നല്ല കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് പേടിക്കാനില്ലല്ലോ. അങ്ങനെ നമ്മൾ ചോറിലൊക്കെ ഉള്ളാണ്ട് പരിപ്പും മുന്തിരിയും കറിവേപ്പിലയും ഉള്ളിയെല്ലാം കൂടെ വറുത്ത് കോരി വെച്ചിരിക്കുന്നത്. പിന്നെ മല്ലിച്ചപ്പും പൊതിനയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചോറ് വെന്തൊക്കെ നമ്മൾ ദം ചെയ്താണ് കേട്ടോ. അങ്ങനെ അടയും പിടിയൊക്കെ ഒന്ന് കാണിച്ചു തരിക കേട്ടോ. ഫുൾ വീഡിയോ ഒന്നുമില്ല. അങ്ങനെ ചോറ് 2 പാത്രത്തിലാക്കി ദം ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ചോറ് വട്ടച്ചെമ്പ് തന്നെ ദം ചെയ്യാണ്ട് അടിയിൽ മസാല ഒന്നും ഇടാണ്ട് ബാക്കിയുള്ള പൊരിച്ച സാധനങ്ങളൊക്കെ ഒന്നിട്ട് ഇങ്ങനെ നിളക്കി കൂട്ടി വെച്ചാട്ടോ. ദിവസം ബിരിയാണി മസാല ഇട്ടിക്കുന്നത്. പിന്നെ അണ്ടിയും മുന്തിരിയും മല്ലിച്ചപ്പും പൊതിനയും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് വെതറി ഇങ്ങനെ നിളക്കി എടുക്കുകയാണ്. പിന്നെ ഇതിൽ മസാല ഒന്നുമില്ല കേട്ടോ അടിയിൽ. ഇത് വട്ടച്ചെമ്പ് ലാസ്റ്റുള്ള ചോറാണ്. ഇനിയിപ്പോൾ ദം ചെയ്യാൻ വട്ടച്ചെമ്പ് കൊള്ളാത്തതും കൊണ്ടാണ് ഇങ്ങനെ ആക്കി കേട്ടോ. അങ്ങനെ 3 ചെമ്പ് ചോറുണ്ട്. 2 ചെമ്പിൽ ഫുള്ളും ഉണ്ട്, 1 ചെമ്പിൽ ഇത്രയും ഉണ്ട് കേട്ടോ. നമ്മൾ ചോറ് വെച്ച ചെമ്പാണ്. ശരിയാ. ഞങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയാട്ടോ മക്കളെല്ലാവരും. കുപ്പിയും വെള്ളമൊക്കെ എടുത്തേക്ക്. ഇന്ന് എന്താ പൊറോട്ട എടുത്തേക്കോ ബിരിയാണി എടുത്തേക്കോ? എന്താ അതിനും എടുത്ത് ഒന്നും എടുത്തില്ല. ഉച്ചക്കത്തെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തിന്ന് മക്കളെ ഒന്ന് കിടന്നുറങ്ങിയൊക്കെ ചെയ്ത് പിന്നെ രാത്രിയൊക്കെയുള്ള ഫുഡും ഉണ്ടാക്കി. ഫുഡ് കഴിച്ചില്ല കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. ഫുഡ് ഇപ്പം ഒന്ന് പുറത്തുനിന്നാണ്, അകത്തുനിന്ന് കഴിക്കുന്നില്ല വെച്ചാണ്. ഇന്നിപ്പോൾ നമ്മൾ അകത്തുനിന്നല്ലേ കഴിക്കൽ. ഒന്ന് KFCൻ്റെ കടയിലേക്ക് കയറുകയാണ്. അടുപ്പ് നല്ല ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇറങ്ങാൻ വിചാരിച്ചാൽ കേട്ടോ. എടുക്കും തലക്കൊക്കെ ഇങ്ങനെ മക്കളെ പുറത്ത് ഒരു ഫുഡ് കഴിച്ചാലൊക്കെ റാഹത്തല്ലേ. എന്നും നമ്മൾ ഉണ്ടാക്കിയതല്ലേ നമ്മൾ തിന്നുന്നത്. വേറെ ഒരാൾ ഉണ്ടാക്കിയത് തിന്നാൻ നമുക്കൊരു പൂതിയല്ലേ. അത് വിചാരിച്ചെന്നും പുറത്തേ തിന്നാനായിട്ട് മനക്കടിയൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ആണ്. അതൊക്കെ എല്ലാവർക്കും പറഞ്ഞാലേ എല്ലാവർക്കും ഇഷ്ടവും അല്ല ഇങ്ങനെ എടുക്കും തലക്കൊക്കെ ഒന്ന് പോയി തിന്നുന്നത്. കാക്കണ്ട് ഫുഡിന് ഓർഡർ ചെയ്ത് ഇങ്ങനെ ബില്ലടിക്കാൻ നിൽക്കുന്നത്. എൻ്റെ ബേക്കിൽ ഞങ്ങളും ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സ്ക്രീനിലുള്ളതൊക്കെ ആണ് കേട്ടോ. അവിടെയുള്ള ഫുഡ് അന്ന് എന്തോ ഓഫറും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും. എന്തൊക്കെ വെച്ചാൽ നമുക്ക് അതിൽ നോക്കി ഓർഡർ ചെയ്താൽ മതി. നമുക്ക് ഇവിടുന്ന് പെപ്സി എടുക്കുന്നുണ്ട്. അതൊന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഒരു നോക്കി ഇങ്ങനെ എന്തോ ചീത്ത പറയാനുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പറഞ്ഞില്ല, ഞാൻ വീഡിയോ ധൈര്യമായിട്ട് എടുക്കുകയും ചെയ്തിട്ടോ. ഇങ്ങനെയൊക്കെ പുറത്ത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെ ഫാമിലിയിലുള്ള ഒന്ന് നമ്മളെപ്പുറം ഇല്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ അല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായാലുണ്ട് അങ്ങനെ. ഞാൻ ഈ ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ എൻ്റെ മോളെ ഓർത്ത് കിട്ടും. എൻ്റെ മുന്നും സ്വയറും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിങ്ങനെ പറയുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല. ഓല് ഫുഡ് കഴിക്കായിട്ടോ ഓല് പുറത്ത് പോയിട്ടോ ഓല് ഉഷാറാക്കായിട്ടോ ഒന്നുമല്ല. പക്ഷേ നമ്മളെ കൂട്ടത്തിൽ ഓല് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത അങ്ങോട്ട് വരുന്നതോ തിന്നാനും കുടിക്കാനൊക്കെ കുത്തിരിക്കുമ്പോൾ. നമുക്ക് ഓർഡർ ചെയ്ത് ബില്ലൊക്കെ അടിച്ച് ഞാൻ സാധനം വാങ്ങി വന്നൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഇങ്ങനത്തെ സമയത്തൊക്കെ മക്കളെ നമ്മളെ ശരീരം വിടാണെങ്കിൽ മനസ്സ് നാട്ടിലാക്കിട്ടോ. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒരുമിച്ചായി. ഒരു 2 കൂടി എല്ലാം കൂടെ കൂട്ടത്തിൽ പോരായുള്ളൂ. എന്നാൽ പോലെ കാര്യം ഇങ്ങനെ ഓർക്കുമ്പോൾ വല്ലാത്ത പ്രയാസമാണ്. ഏതായാലും നമ്മൾ സന്തോഷത്തിൽ ഇത് കഴിക്കട്ടെ. നമ്മളെ കെട്ടിയവനെ എപ്പോഴെങ്കിലുമൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ കിട്ടുക. പുരയിലാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടൂല കേട്ടോ. ഞങ്ങളുടെ ടൈമിനൊന്നും പുരയിലുണ്ടാവില്ല. രാത്രി 12 മണിക്ക് ശേഷമാണ് വരിക. എന്നപ്പോഴാണ് ഫുഡ് കഴിക്കുക. ഞങ്ങൾ കഴിച്ച ഫുഡിൻ്റെ ബാലൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ എടുത്ത് പോകുന്നതാണ്. പിന്നെ അവിടെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. നമ്മളൊരു ഗുഹയിലേക്ക് കയറാൻ പോവാണ്. പ്രേതണ്ടോ നോക്കിക്കോളി. പ്രേതം അതാടെ ഒരു പ്രേതണ്ട്. പേടിയാകെ അപ്പുറത്തെന്തോ വാഹനം വന്നുകൊണ്ടുള്ള വരുന്നില്ല. ഒറ്റ ദിവസം വന്നിട്ടുമില്ല. വന്നാ കുടുങ്ങി. റെഡ് പിന്നെ പച്ച ഗ്രീന് പിന്നെ ബ്ലൂ പിന്നെ യെല്ലോ അല്ല ഗ്രീൻ പിന്നെ പർപ്പിൾ അല്ല ബ്ലൂ പിന്നെ റെഡ്
നെസ്റ്റോലൊക്കെ പോകുന്നില്ലാന്നോ നിങ്ങളെപ്പോഴും നെസ്റ്റോൽ വന്ന് കുത്തിയിരുന്നിട്ട് ഓനെ വെറുപ്പിടിച്ചു പോയിണ്ടാവും. അതാ ഒരു പരിധിയില്ലേ മക്കളെ, ഞാനൊക്കെ വരും പോലെ വരാം. ഒരു വ്യത്യാസം കഴിയുമ്പോൾ കോമ മാർക്ക് ആ സ്ഥലമല്ലേ അത് പോലീസുള്ള സ്ഥലം. ഇത് അവിടെ പോയി പോലീസുള്ള സ്ഥലത്ത് അവിടെ നിർത്തിക്ക്. ഇത് അത് കാലിന് സുഖമില്ലാത്തവർക്ക്. അയ്യോ അടിപൊളി. ആർക്കാണ് പറയുന്നത് വികലാംഗൻ? പറയൂ വിലകാലൻ. എന്തെന്ന്? വിലകാലൻ. വിലകാലൻ വികലാംഗൻ വിലകാകൻ. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോലെത്തി മക്കളെ. ഫസ്റ്റ് തന്നെ അതായത് റിയാലിന് കൊട, മഴയൊക്കെ പെയ്തിട്ടാക്കിയല്ലോ ഫസ്റ്റ് തന്നെ കൊട കണ്ടത്. ഇതിന് ഓഫർ ഉണ്ട് റിയാലാന്ന് പറഞ്ഞത്. കുറേ സാധനത്തിനൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല. നമ്മുടെ നാട്ടിലത്തെ കൊടുക്ക് വെക്കൂല ഇവിടുത്തെ കൊടയൊന്നും. മെഴുകുതിരി അല്ലേ? ചാർജ് ചെയ്യുന്ന ബാറ്ററിയോ? കിട്ടുമല്ലോ. ഓഫർ കൊടയൊക്കെ ഓഫറാ? നെസ്റ്റോയിൽ വന്ന് നോക്കുന്നത് മക്കളെ ഫുൾ ഓഫറാണ്. ബസ്സിനെ കൊടാണ് കണ്ട് റിയാൽ. പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ടല്ലോ രാത്രിയൊക്കെ ഇടാൻ പറ്റിയ പുരന്ന് ഇടാൻ പറ്റിയ കൈയില്ലാത്ത ഐറ്റാലിന് 1,200. പിന്നെ മെഴുകുതിരി, അടിപൊളി മെഴുകുതിരി. ഞാൻ വിചാരിച്ച മെഴുകുതിരിയാണ് കേട്ടോ. സംഭവം മെഴുകുതിരി അല്ല, അത് വെർട്ടിമ്മൽ വർക്ക് ചെയ്യിക്കുന്നതാണ്. ഓണാക്കി ഓഫാക്കിയൊക്കെ ചെയ്യുക. അത് കണ്ടപ്പോൾ നിങ്ങളും വിചാരിച്ചില്ല മെഴുകുതിരിയാണ്. സത്യമായിട്ട് ഞാൻ വിചാരിച്ചത് മെഴുകുതിരിയാണ്. പിന്നെ തൊട്ട് വെക്കുമ്പോഴാണ് മെഴുകുതിരി എല്ലാം മനസ്സിലാവില്ല. ഓണാക്കി ഓഫാക്കിയൊക്കെ ചെയ്യുന്നതാണ് വെർട്ടിമ്മലാണ്. പിന്നെ കുറച്ച് പുട്ടുംപൊടി വാങ്ങിക്കുന്നത്, അതോടെ ഗോതമ്പാണിത്. ഗോതമ്പത്തിൻ്റെ ശർക്കര ചോറൊക്കെ വാങ്ങിയ കേട്ടോ. തൊലിയൊക്കെ പോക്കിയതാണ്. കുത്തിയ ഗോതമ്പുണ്ടല്ലോ ഇറ്റാലാണ്. പിന്നെ കുറച്ച് പഞ്ചസാര വാങ്ങിക്കുന്നത്. പിന്നെ അങ്ങനെ ഒരൊക്കെ വേണ്ടിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു കേട്ടോ. പിന്നെ ഇതാ ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ട്. ഓരോ ഭാഗങ്ങളാക്കി ഇങ്ങനെ വേർതിരിച്ച് വെച്ചാട്ടോ നമുക്ക് വേണ്ടി എടുക്കാം. കാല്, കൈ, നെഞ്ഞെന്നും പറഞ്ഞിങ്ങനെ ലിവർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ വീഡിയോ റിഫുമോൻ എടുത്തെന്നാണ്. ഓൻ ഞങ്ങളെ കൂടെ ഉണ്ട്. മറ്റോലെ ഏതോ ഭാഗത്തേക്ക് പോയി ഡ്രസ്സ് അങ്ങനെ എടുക്കാനാണെന്ന് പോയതുപോലെ ഞങ്ങൾ കണ്ടില്ല. അങ്ങോട്ട് കയറിയാൽ പിന്നെ ഉപ്പിലിട്ട സാധനങ്ങൾ തരം വേണമെങ്കിലും ഉണ്ട് കേട്ടോ. മാങ്ങയും നെല്ലിക്കയും നാരങ്ങയും പച്ചമുളകും എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും ഉണ്ട് ഉപ്പിലിട്ട്. ഇതൊന്നും പിന്നെ നമ്മൾ വാങ്ങിയില്ല കേട്ടോ. പിന്നെ അതാണ് സോപ്പ് തീർന്നു. സോപ്പ് നമുക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങണം. അതിന് നോക്കുകയാണ്. നല്ല സ്മെല്ലുള്ള നോക്കി വാങ്ങണമല്ലോ. സോപ്പ് വേണം, പേസ്റ്റ് വേണം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് മൊത്തം ഡ്രസ്സ് കണ്ടിങ്ങ എന്നെ വിളിക്കാൻ വന്നിട്ട് നോക്കി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ അടുത്തൊക്കെ പോയി ഒക്കെ ഡ്രസ്സൊക്കെ എടുത്ത്. ഇതിനൊക്കെ നാട്ടിൽ നല്ല റേറ്റാണല്ലോ കേട്ടോ. ഓള് വരുമ്പോട്ട് ഡ്രസ്സ് റേറ്റിലാണ് ഇവിടെ നല്ല ഓഫറിൽ കിട്ടിയിരിക്കും. നോക്ക് നല്ല ഡ്രസ്സാണ്, നല്ല തുണിയാണ് കേട്ടോ. ഇപ്പോൾ അതാണ് മോഡൽ എന്നൊക്കെ പറഞ്ഞത്. നമുക്കിപ്പോൾ നാട്ടിലത്തെ മോഡലൊന്നും ഏതാന്ന് ഓർമ്മയില്ല. നമുക്ക് ഈ മോഡൽ ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മളാ വാങ്ങില്ല. നമ്മൾ സാധാ ചുരിദാർ അല്ലേ പർദ്ദ, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ല കളറാ. പക്ഷെ അതിൻ്റെ കളർ നമ്മളിങ്ങോട്ട് കാണിക്കുന്നില്ലേ. 6,900 സാധനത്തിന് ഓഫർ ഉള്ളതും കൂടെ 3,500 കിട്ടിട്ടോ. അതുകൊണ്ട് നോക്കി ട്രോളി ഇതിന് നല്ല റേറ്റ് ഉണ്ട്. നാട്ടിൽ നല്ല റേറ്റ് ഉണ്ട്. പല ഓഫർ ഉണ്ട്. 3 കൂടി 3,900 കേട്ടോ അതിൻ്റെ റേറ്റ്. ഇപ്പോൾ ഓഫർ ആയതുകൊണ്ട് 19,500 ഉള്ളൂ. നല്ല ഓഫർ തന്നെയാണ്.
ഇതൊക്കെ നല്ല സാധനം കേട്ടോ, ഒന്നും കേട്ടിട്ടൊന്നുമില്ലല്ലോ, ഉറപ്പുള്ള സാധനമാണ്. പൈസ ഉള്ളപ്പോൾ വാങ്ങിയ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുക. ഉപകാരമുള്ള സാധനമാണല്ലോ, ഗൾഫിൽ പോകുന്നവർക്കും വരുന്നവർക്കൊക്കെ കേട്ടോ. എങ്ങനെ മക്കളെ, അത് നമ്മൾ വാങ്ങിയില്ല, നമ്മൾ അല്ലാത്ത സാധനങ്ങളൊക്കെ അതൊക്കെയാണ് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് പോരയിലേക്ക് പോരുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ചങ്ങായിമാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തട്ടോ. എല്ലാവർക്കും കുക്കിംഗ് വീഡിയോ കാണാനൊക്കെയാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് വായിച്ചപ്പോൾ മനസ്സിലായിട്ടോ. ഇൻഷാ അല്ലാ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോണിൽ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ടൈം കിട്ടായിട്ടാണ്. ഇൻഷാ അല്ലാ നമ്മൾ അടുത്ത വീഡിയോ കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തി. അസ്സലാമു അലൈക്കും.